5 കൂട്ടക്കാര്. എങ്ങനെയുള്ളവര്? അതിലൊന്നാണ് മുദ്മിനു ഖംറ്, കള്ളുകുടിയൻ. വലാ മുഅ്മിനും ബിസിഹ്റിൻ, സിഹ്ർ ഫലിക്കുമെന്ന് വിശ്വസിക്കുന്നവർ എന്നല്ല അവിടുത്തെ അർത്ഥം. നേരെ മറിച്ച് സിഹ്ർ കൊണ്ട് വിശ്വസിക്കുന്നവൻ അഥവാ സാഹിറിൽ വിശ്വാസമർപ്പിക്കുന്നവൻ. സാഹിറിൽ വിശ്വാസമർപ്പിക്കുന്നവൻ. ഒരു സാഹിർ, ഒരു മാരണക്കാരൻ എന്തെങ്കിലും പറഞ്ഞാൽ അതിൽ വിശ്വസിക്കുന്നവൻ സ്വർഗത്തിൽ കടക്കുകയില്ല. അതുപോലെ തന്നെ ഒരു സാഹിർ അഥവാ ഒരു മന്ത്രവാദി, അയാൾ പറയുന്നത് സത്യപ്പെടുത്തുന്നവൻ, അവനും സ്വർഗത്തിൽ കടക്കുകയില്ല. അതാണ് ഹദീസിന്റെ അർത്ഥം. ഒരു ജ്യോത്സ്യൻ പറയുന്നത് വിശ്വസിച്ചാൽ അവന് സ്വർഗത്തിൽ പോകാൻ പറ്റൂല. അതുപോലെ ഒരു ജ്യോത്സ്യൻ പറയുന്നത് സത്യപ്പെടുത്തിയാൽ അവൻ സ്വർഗത്തിൽ പോകാൻ കഴിയില്ല. അല്ലാതെ സിഹ്ർ ഫലിക്കുമെന്ന് വിശ്വസിച്ച സ്വർഗത്തിൽ പോലുന്നല്ല. സിഹ്ർ ഫലിക്കുന്ന ലോകത്ത് കഴിഞ്ഞു പോയി ഇസ്ലാമിലെ ആധികാരികമായ മുഴുവൻ പണ്ഡിതന്മാരും ആധികാരികതയുള്ള മുഴുവൻ പണ്ഡിതന്മാരും പറഞ്ഞ കാര്യമാണ്. റസൂലുള്ള പറഞ്ഞു, സഹാബത്ത് പറഞ്ഞു, താബിഈകൾ പറഞ്ഞു, തബഉ താബിഈകൾ പറഞ്ഞു, മദ്ഹബിന്റെ ഇമാമുമാർ പറഞ്ഞു. മദ്ഹബിന്റെ ഇമാമുമാർ അവിടെ ഒരു കൃത്രിമുണ്ട്. ഇയാൾ വേറെ തട്ടിപ്പെടുത്താറുണ്ട്. സലാസുൽ നബി അബൂ ഹനീഫ ഇമാം നിശ്ചയിച്ചിട്ടുണ്ട്. സിഹ്ർ നിശ്ചയിച്ചിട്ടുണ്ട്. എവിടെ സുല്ലമി എവിടെ നിശ്ചയിച്ചു? നിങ്ങളൊന്ന് വായിക്കാ, വാചകം ധൈര്യം ഉണ്ടെങ്കിൽ വായിക്കും. ഇയാൾ വായിക്കൂല. വായിച്ച കള്ളി വിളിയും. അതൊക്കെ ഞങ്ങൾ കാണാനിട്ടല്ല, വായിക്കുമ്പോ ഞങ്ങൾ മറുപടി പറഞ്ഞുതരാം. അത് എവിടെയുള്ളതെന്ന് വായിച്ചാൽ അഹമ്മദ് മഹാനായ അബൂ ഹനീഫ ഇമാം സിഹ്ർ നിശ്ചയിച്ചിട്ടുണ്ട്. മൂപ്പർക്ക് ഒരാളെ കൂട്ടാണ് ഇല്ല വാല്യ സഹോദരങ്ങളെ. അപ്പോ ഇസ്ലാമിക ലോകത്ത് അറിയപ്പെട്ട ഒരു കാര്യം അല്ലെങ്കിൽ സ്ഥിരപ്പെട്ട ഒരു കാര്യം അതിനെ നിഷേധിക്കാൻ നമ്മൾ ആരും ഒരുങ്ങരുത് എന്നാണ്. മുജാഹിദ് പ്രസ്ഥാനം ഇതൊക്കെ കണ്ട് തിരിച്ചറിഞ്ഞ് കല്ലും നെല്ലും വേർതിരിച്ച് പഠിച്ച് മനസ്സിലാക്കി പ്രസ്ഥാനം. ഒരുത്തരും ഇതൊന്നും മുജാഹിദ് പ്രസ്ഥാനത്തിന് തിരിയില്ലാന്ന് ആ ധാരണ വെച്ച് നടക്കരുത്. ഇപ്പൊ അങ്ങനെ ചില ആൾക്കാർ അവിടുന്ന് ഇവിടുന്ന് 2 കണ്ടെന്നുണ്ടോ ഇന്റർനെറ്റിൽ നിന്നൊക്കെ പഠിച്ചിട്ട് ഇതൊന്നും മുജാഹിദ് പ്രസ്ഥാനത്തിന് മനസ്സിലായിട്ടില്ല, ഞങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുള്ളൂ എന്ന് പറഞ്ഞു നടക്കണ ചില അല്പജ്ഞാനികളുണ്ട്. ഉണ്ടല്ലോ, അത് റസാൻതി പറഞ്ഞല്ലോ, വലാ യുറാ കാമിലുൻ ഫീ കുല്ലി ഇൽമിൻ വലാ അദീമു ഇൽമുൻ യസീറുൻ ഇൻദഹു കസുറാ വന്നംലു യസ്അമു നഫ്സി തൂലുഹാ ബിയദി മിൻ നസ്റുഇൻ അർബഉൻ യബ്ഗി ബിഹി ഫഖറാ. വലാ യുറാ കാമിലുൻ ഫീ കുല്ലി ഇൽമിൻ വലാ യുറാ കാമിലുൻ, എല്ലാ ഇൽമും പൂർത്തിയായ ആൾ ഉണ്ടാവില്ല. അങ്ങനെ എല്ലാം പഠിച്ചു പൂർത്തിയായ ആള് ഇപ്പൊ നമ്മുടെ നാട്ടിൽ സുബൈരി പറയുന്ന പോലെ എല്ലാം പഠിച്ച് പൂർത്തിയായിട്ട് ഇറങ്ങിയാൽ മതി. ആര് ഈ പറഞ്ഞ ജാഹിലുണ്ടോ? എല്ലാം പഠിച്ച് പൂർത്തിയായിട്ട് ഇല്ല. വലാ അദീമു ഇൽമുൻ യസീറുൻ, ഒരല്പെങ്കിലും ഇൽമില്ലാത്ത ഒരാളുണ്ടാവൂല. പക്ഷെ ഈ അല്പജ്ഞാനി അപകടകാരിയാണ്. കാരണം എന്തോ കസുറ, അവനത് വലിയ പെരുപ്പാ, ഒരു ഇച്ചിരി ഉണ്ടാവുള്ളൂ, അത് വലിയ സാധനത്തിൽ ഇങ്ങനെ കൊണ്ടു നടക്കും. ഏതുപോലെ ഉറുമ്പ് വാദിക്കാണ്. അതെ, എന്റെ മുഴം കൈ കൊണ്ട് എന്നെ ഒന്ന് അളന്ന് നോക്ക്, എത്ര മുഴുണ്ട്? 4 മുഴ ഉണ്ടാവും. ഒരു മനുഷ്യൻ ഓന്റെ മുഴം കൈ കൊണ്ട് ഓനെ നോക്ക്, അവന് 4 മുഴ ഉണ്ടാവും. അതുകൊണ്ട് ഓന് ഞാൻ ഒരുപോലെ ആണെന്ന് ഒരു ഉറുമ്പ് പറയുന്ന പോലെയാണ് ഈ അല്പജ്ഞാനിയുടെ അവസ്ഥ. ഇതുപോലെ കുറച്ച് അല്പജ്ഞാനികളുണ്ട്. മുജാഹിദ് പ്രസ്ഥാനത്തിന് പണ്ഡിതന്മാർ ഒന്നും പഠിച്ചിട്ടില്ല എന്ന് ഓർമ്മ വിചാരം. പഠിക്കാനിട്ടല്ല, സാധുക്കളായ എവിടെയെങ്കിലും മൂലരുണ്ടാവും. അവരിങ്ങനെ വന്നിട്ട് പ്രകടനം നടത്തൂല, അല്ലെങ്കിൽ വലിയ പിന്നെ അറിവാളം ചമയൂല. അവരെവിടെയെങ്കിലും മൂലക്ക് ഇങ്ങനെ ഉണ്ടാവും. പക്ഷെ അതുകൊണ്ട് അവരുടെ വിനയം കണ്ടിട്ട് അവരറിവില്ലാത്തവരാണ്, പഠിക്കാത്തവരാണ്, മനസ്സിലാക്കാത്തവരാണ്, ഇതിനെക്കുറിച്ച് വിവരമില്ലാത്തവരാണെന്ന് തെറ്റിദ്ധരിക്കരുത്. അവരുടെ വിനയം അവർ പ്രകടിപ്പിച്ചെന്ന് വരും. ഇതറിയാത്തത് കൊണ്ട്, പഠിക്കാത്തതുകൊണ്ട്, മനസ്സിലാക്കാത്തതുകൊണ്ടും അല്ല. നേരെ മറിച്ച് കൃത്യമായി ഇത് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തവരാണ്. എന്നാൽ തന്നെയും ഇതെല്ലാം കൃത്യമായി പറഞ്ഞും പഠിപ്പിച്ചും നിലനിന്നിട്ട് അതിനിടയിൽ മടവൂരികൾ സാധാരണക്കാരായ ആളുകൾക്കിടയിൽ വസ്വാസ് ഉണ്ടാക്കാനും പ്രശ്നം ഉണ്ടാക്കാനും മുജാഹിദ് പ്രസ്ഥാന സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാനും ശ്രമിക്കുമ്പോൾ മാന്യ സഹോദരങ്ങളെ പ്രയാസമുണ്ട്. അതിനിടയിൽ ഇത്തരത്തിലുള്ള അപകടകരമായ വാദങ്ങൾ ഇസ്ലാമിനെതിരെ ഉന്നയിക്കുമ്പോൾ അതിനെതിരെ ശബ്ദിക്കേണ്ടി വരൽ അനിവാര്യമായതുകൊണ്ടാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ പറയുന്നത് മനസ്സിലാക്കേണ്ടത്. അവസാനമായിട്ട് എന്താണെന്നറിയോ? അവസാനമായിട്ട് മൂപ്പര് വെല്ലുവിളിയാണ്. എന്താ വെല്ലുവിളി? കേട്ടോളൂ ആ വെല്ലുവിളി എന്താണ്. നമ്മൾ ഈ സുന്നിയായിട്ട് വാദപ്പേ നടത്തി സംവാദം സംഘടിപ്പിക്കാൻ ഞാൻ ഒന്നും തയ്യാറാ. നിങ്ങൾ എന്നെ വിളിക്ക്, തിരുവനന്തപുരത്തേക്ക് എന്നെ വിളിച്ചു. ഞാൻ വ്യവസ്ഥ മുഴുവൻ, അങ്ങനെ പറയുന്ന വ്യവസ്ഥ മുഴുവൻ അംഗീകരിക്കാനാണ്. എന്നിട്ട് കഴിച്ചിലായി, സംവാദത്തിനില്ലാന്ന് പറഞ്ഞു. എത്ര സ്ഥലത്തുനിന്ന് ഊരുണ്ട്, തല ഊരുന്നുണ്ടെന്ന് അറിയങ്ങളും. ഈ തിരുവനങ്ങാടിക്കാർ പറയണം, ഈ പണ്ഡിതന്മാരൊക്കെ ചമ്മാറുള്ള പണ്ഡിതരെയൊക്കെ പിടിക്കുക, എന്നിട്ട് ഞാൻ റൂമിൽ കൊണ്ടുവരി പണ്ഡിതന്മാരെ സുന്നികളുമായിട്ട് സംഭാവന നടത്താറുണ്ടല്ലോ. നിങ്ങൾ തയ്യാറായിക്കോളി, ഞാൻ ഏത് സമയത്തും റെഡിയാ. ഇത്തരം വിഷയങ്ങളും ആദർശവേദിയും ഒക്കെ വെക്കാം. സലാസുൽ നബി ഒരുങ്ങിക്കോ, നമുക്ക് വാദപ്രയോഗം നടത്താം.
ഏത് വ്യവസ്ഥ മൂപ്പര് അംഗീകരിക്കാൻ തയ്യാറാതാ? ഒരു വ്യവസ്ഥ നിങ്ങൾ അംഗീകരിക്കൂല. എന്നല്ലേ ഏത് വ്യവസ്ഥ അംഗീകരിക്കുന്നത്? ആ രണ്ടാളെ കാണും വെല്ലുവിളി. അവിടെ ഖുറാഫി മുസ്ലിയാക്കന്മാര് ഉണ്ട്. രണ്ടാളെ കണ്ട പിന്നെ അങ്ങോട്ട് ഇളകോർക്ക്. രണ്ടാളെ കണ്ട മുസ്ലിയാക്കന്മാർക്ക് ഭയങ്കര ഹാലളക്കാൻ. നാളെ തന്നെ വെല്ലുവിളിക്ക് വാടാ, വാദപ്രവചനം വാടാ നിങ്ങൾ പറഞ്ഞിങ്ങനെ വെല്ലുവിളിക്കൂ, വെറുതെ വെല്ലുവിളിക്കുക. ഇതുപോലെ തന്നെ സലാസുല്ലമീൻ വാ, അത് പ്രചരണം വാ, ഞങ്ങൾ റെഡിയാ, എവിടെ വരേണ്ടതെന്ന് പറഞ്ഞാൽ മതി. എവിടെ ഞങ്ങൾ വരേണ്ടത്? ഞങ്ങൾ റെഡി. നിങ്ങളുടെ ഈ നിഷേധത്തിനെതിരെ ഒന്നാമതായി നിങ്ങളുമായിട്ട് ഞങ്ങൾക്ക് വാദപ്രവചനം നടത്തേണ്ടത് അറിയാം. തൗഹീദ്, അല്ലാഹുവിന്റെ അസ്മാഉ സിഫാത്ത്, അതിനെ വ്യാഖ്യാനിക്കണം. നിങ്ങളുടെ വാദം പിഴവാണ്, വഴികേടാണ്. അതാണ് ഒന്നാമത് ഞങ്ങൾക്ക് ചർച്ച ചെയ്യാനുള്ളത്. രണ്ടാമതായി പ്രമാണം, തെളിവ് ഖുർആനാണോ, അതോടൊപ്പം തന്നെ ഹദീസ് സ്വീകരിക്കാമോ, ഹദീസ് സ്വീകരിക്കേണ്ട മാനദണ്ഡം എന്താണ്, അതാണ് നിങ്ങളുമായി രണ്ടാമത് ഞങ്ങൾക്ക് വാദപ്രവചനം നടത്താറുണ്ട്. മൂന്നാമതായി നിങ്ങളുമായി ഞങ്ങൾക്ക് ചർച്ച ചെയ്യുന്നത് ഈ വിഷയത്തിൽ സിഹ്ർ ബാധിക്കില്ലേ എന്നുള്ളതാണ്. ജിന്നുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നടത്തുന്ന നിഷേധങ്ങളാണ്. ഇത് മുഴുവൻ നിങ്ങളുമായി വാദപ്രവചനം നടത്താൻ ഞങ്ങൾ ഒരുക്കാണ്. ഇത് പരസ്യമായിട്ട് ഈ വാഴക്കാട് വെച്ച് സാധൂകരിക്കും എന്ന രൂപത്തിൽ തന്നെ പരസ്യമായി അറിയിക്കണം. മൂപ്പര് കുറെ കാലമായി വിഷമിച്ചടക്കുക. ഞാനിങ്ങനെ എന്ത് വ്യവസ്ഥയ്ക്ക് തയ്യാറാന്ന് പറഞ്ഞിട്ട് ഇവര് വാദപ്രവചനത്തിന് മുങ്ങി അടക്കണേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അടക്കാണ്. മൂപ്പര് നമ്മൾ റെഡിയാണ് എന്നവർ അറിയിക്കുക. അതോടൊപ്പം തന്നെ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഇവിടെ വന്ന് പ്രസംഗിച്ചാലും അല്ല, അതിന്റെ ഇടയ്ക്കൊരു തട്ടുവിടൽ നടത്തിയെന്നാണ് കേട്ടത്. അതെന്താന്ന് വെച്ചാല് തിരുവനന്തപുരത്ത് കരാർ എഴുതാൻ ചെന്നിട്ട് നമ്മൾ വാദപ്രവാദത്തിന് തയ്യാറായില്ല. ഇപ്പൊ സലാഹുല്ലമീൻ പറഞ്ഞ പോലെ അല്ലേ, തിരുവനന്തപുരത്ത് മൂപ്പരാറ് വാദപ്രവാദത്തിന് എന്നിട്ട് കരാർ എഴുതാൻ തയ്യാറായില്ല. ഇതുപോലെ അലിമല്ല ഇവിടെ തട്ടിവിട്ടൂന്ന്. എന്ത്? വാദപ്രവാദത്തിന് തയ്യാറായില്ല എന്ന്. ആര്? മുജാഹിദ് പ്രസ്ഥാനം വാദപ്രവാദത്തിന് തയ്യാറായില്ല എന്ന്. അങ്ങനെ മുജാഹിദ് പ്രസ്ഥാനം നിങ്ങളുമായി വാദപ്രവാദത്തിന് ഏറ്റിട്ടുണ്ടോ? മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രസ്ഥാനവുമായിട്ട് മുജാഹിദ് പ്രസ്ഥാനം വാദപ്രവചനം നടത്തും. അല്ലാതെ ആളുകൾ ഒരു ആള് ഇങ്ങോട്ട് വരിക, വാദപ്രവചനം ഉണ്ടോ? അപ്പൊ കേരള ജമിയത്തുൽ ഉലമയിലെ എല്ലാ പണ്ഡിതന്മാരും കൂടെ ഞങ്ങൾ ജമിയത്തുൽ ഉലമ വാ ഇരിക്കും വാദപ്രവചനം നടത്തുമോ? ഒരാള് വന്നാല് എടാ ഒന്ന് നോക്കിയേക്കെന്ന് പറയും, അവനൊന്ന് നോക്കി വിട്ടേക്കെന്ന് പറയും. അവനും നോക്കി വിട്ടേക്ക്, നമ്മളിങ്ങനെ പരിഹരിച്ചിടും. മനസ്സിലായോ? അതേസമയം ആധികാരിക ലെറ്റർ ഒരു കത്തൊക്കെ എഴുതി ഒരു ഔദ്യോഗികമായ സംഘടന, അത് സമൂഹത്തിൽ അഡ്രസ്സുള്ള സംഘടന ആയിരിക്കണം. അങ്ങനെ സംഘടന വന്ന് കത്ത് തന്നാല് അപ്പൊ നമ്മളത് അതിനനുസരിച്ച് ആ മര്യാദയോട് വിളിച്ചിരുത്തി കത്തിലൂടെ മറുപടി കൊടുത്ത് അങ്ങനെ സംവാദത്തിന് കരാറൊക്കെ എഴുതി അങ്ങനെ ഞങ്ങൾ സംവാദം നടത്തും. അങ്ങനെ ഒരു മര്യാദ ചിട്ട അടുക്കൊക്കെ ഉണ്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെപ്പോലെ കുട്ടികളാണ് നിങ്ങളെ കൈകാര്യം ചെയ്യുക. അല്ലാതെ ഉത്തരവാദിത്തപ്പെട്ട കേരള ജമിയത്തുൽ ഉലമയൊക്കെ വടവരുമായിട്ട് വാദപ്രവചനം നടത്താന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ വടവരുടെ അവസ്ഥ, ഞങ്ങളുടെ ഗതികേട് എന്തായാലും ആ ഗതികേട് മുജാഹിദ് പ്രസ്ഥാനത്തിനായിട്ടില്ല. നിങ്ങളെ കൈകാര്യം ചെയ്യേണ്ട ഞങ്ങളെപ്പോലെ ചെറിയ മുജാഹിദ് പ്രസ്ഥാനത്തിലെ കുട്ടികളാണ്. ചെറിയ ഞങ്ങളെപ്പോലെ മുസ്ലിയാക്കന്മാർ, മുജാഹിദ് പ്രസ്ഥാനത്തിൽ വന്ന ചെറിയൊരു മുസ്ലിയാക്കന്മാരാണ്. ഇവിടെ പിന്നെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാർ ധാരാളം ഉണ്ട്. അവരൊന്നും നിങ്ങളെ കൈകാര്യം ചെയ്യേണ്ട കാര്യമില്ല. അതിന് മാത്രം നിങ്ങളായിട്ടില്ല. അത്ര നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. എന്നാൽ വല്ലാതെ വാദപ്രവചനത്തിന് വെല്ലുവിളിച്ചു. അപ്പോ വല്ലാതെ വാദപ്രവചനം വെല്ലുവിളിക്കുമ്പോൾ പിന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിന് ചെയ്യുന്നത് വെച്ചാല് നമ്മൾ ശത്രുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നില്ല. എന്ത്? ഒരാൾ ഇങ്ങോട്ട് വെറുതെ ഇങ്ങോട്ട് വാദപ്രവചനം ഉണ്ടോ ചോദിച്ചാൽ നമ്മൾ നടക്കൂല. ശത്രുവിനെ കണ്ടുമുട്ടാൻ നമ്മൾ ആഗ്രഹിക്കണ്ട. പക്ഷെ വന്നാല് ഞങ്ങൾ വിടൂല. ഞങ്ങളുടെ മുന്നിൽ വന്ന് പെട്ടാൽ ഞങ്ങൾ വിടൂല. അതാ ഞങ്ങളുടെ നിലപാട്. ഇതുപോലെ തിരുവനന്തപുരത്ത് മുജാഹിദിലെ 5-6 പേരിങ്ങനെ കൂടി അവർക്ക് വാദപ്രവചനം നടത്തണം. ഭയങ്കര വെല്ലുവിളി. ശരി, വാദപ്രവചനം നടത്താ എന്നൊക്കെ പറഞ്ഞു. അവസാനം നോക്കുമ്പോ വരുന്നത് വടവൂരുകളിലെ വലിയ വലിയ നേതാക്കന്മാരാ. എന്നിട്ട് അവസാനം കരാറ് പോലും എഴുതാതെ അവിടെ എണീറ്റ് പോണ രംഗ കാണുന്നത്. അതുകൊണ്ട് അലിമല്ലാക്ക ഇവിടെ അത് പറഞ്ഞു എന്നുള്ള നിലക്ക് അതിന്റെ ആ ഭാഗം ഇവിടെ നമുക്ക് കാണിക്കേണ്ടതുണ്ട്. കാരണം വെച്ചാൽ പരസ്യമായി ഇവര് ദുർവ്യാഖ്യാനിക്കുകയും അതുപോലെ തന്നെ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യാണ്. നമ്മൾ വാദപ്രവചനത്തിന് ഒരുക്കല്ല, വാദപ്രവചനം നമ്മൾ നിൽക്കൂല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒരുക്കാണ് നിങ്ങളുമായിട്ട് വാദപ്രവചനം നടത്താൻ. സലാസുല്ലമീൻ പറഞ്ഞ പോലെ എവിടെ ഞങ്ങൾ വരേണ്ടത് നിങ്ങൾ ഇങ്ങോട്ട് അറിയിച്ചാൽ മതി. എവിടെയാ വരേണ്ടത്, ഈ വിഷയത്തെ സംബന്ധിച്ച് എന്താണ് പറയേണ്ടത്, എവിടെയാണ് ഞങ്ങൾ ഈ രൂപത്തിൽ അവതരിപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ മതി എന്നാണ് കൃത്യമായി സൂചിപ്പിക്കാനുള്ളത്. അപ്പൊ മാന്യ സഹോദരങ്ങളെ, ആ കരാറിന്റെ തുടക്കം അല്ലെങ്കിൽ ആ കരാറിലേക്ക് വെളിച്ചം വീശിയ കാര്യങ്ങൾ, ആ കാര്യങ്ങൾ നിങ്ങൾ അവസാനമായി കണ്ടിട്ട് വേണം പിരിയാൻ. അല്ലെങ്കിൽ വടവൂരുകൾ വിചാരിക്കും എന്ത്, നമ്മൾ വാദപ്രയോഗത്തിന് വെല്ലുവിളിച്ചിട്ട് അലുവല്ലാക്ക പോലുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് നമ്മൾ ഏറ്റിട്ടില്ല, വാദപ്രയോഗം നടന്നിട്ടില്ല. ഇങ്ങനെയാണ് ശക്തമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം പിന്നെ ഇന്റർനെറ്റിലൂടെയും മൈലുകളിലൂടെയും വളരെ ശക്തമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ മുങ്ങിയതാ. എന്നിട്ട് അവസാനം നമ്മൾ മുങ്ങിയിട്ടില്ല, ഇപ്പോഴും റെഡി എന്ന് പറഞ്ഞാല് അപ്പൊ പറയാം അത് അനസ് മൗലവിക്ക് സലാസുല്ലമയായിട്ട് വാദപ്രയോഗം നടത്തിയിട്ട് ആളാകാനാണ്. സുബ്ഹാനല്ലാഹ്, എന്റെ ഒരു ഗതികേട് ആലോചിച്ച് നോക്കിയേ. സലാസുല്ലമയായിട്ട് വാദപ്രയോഗം നടത്തിയിട്ട് എനിക്ക് ആളാകാനാണ്. ഞാൻ പറയണു വേണ്ട, എനിക്ക് അരിമല്ലയെ മതി.